ഓക്കെ, വെൽക്കം ബാക്ക് ടു വൈഎട്ടെക്. ഇന്ന് നമ്മളൊരു ലാപ്ടോപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. HP-യുടെ 14S മോഡലാണ്. 14 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് വരുന്ന ഫുൾ HD ഡിസ്പ്ലേ വരുന്ന 512GB SSD-യും 16GB റാമും അടങ്ങിയിട്ടുള്ള 12th Gen Core i5 വേരിയന്റ് ആണ് ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ലാപ്ടോപ്പ്. HP 14S മോഡലാണ്. 14 ഇഞ്ചാണ് സൈസ് വരുന്നത്. താഴെ എയർ വെൻ്റ് അവിടെ കാണാൻ പറ്റും. ആദ്യം നമുക്ക് പോർട്സ് നോക്കാം. സൈഡിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ടൈപ്പ് സി പോർട്ട്, രണ്ട് USB-A പോർട്ട്, HDMI പോർട്ട്, അതുപോലെ DC ഇൻപുട്ട്, നമ്മൾ ചാർജർ പോർട്ട് ഉണ്ട്. ഒരു ഫുൾ സൈസ് SD കാർഡ് സ്ലോട്ട്, ദാറ്റ്സ് നൈസ്. ബാക്കിൽ എയർ വെൻ്റ് അവിടെ കാണാൻ പറ്റും. 14 ഇഞ്ചാണ് സൈസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുൾ സൈസ് ആയിട്ടുള്ള കീബോർഡ് ഉണ്ടാവില്ല, 14 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ. ബട്ട് സ്റ്റിൽ നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഐറിസ് XE ഗ്രാഫിക്സ് ഉണ്ട്, അതുപോലെ വിൻഡോസ് ഓഫീസ് സ്റ്റുഡൻറ്റ് ആൻഡ് ഹോം എഡിഷൻ അതവിടെ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചാർജർ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 65 വാട്ട്സ് നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 65 വാട്ട്സിൻ്റെ പവർ ഒരു കോഡും അതുപോലെ അതിൻ്റെ ചാർജിങ് ബ്രേക്കും അവിടെ കാണാൻ പറ്റും. സോ കമ്മിങ് ബാക്ക് ടു ദ ലാപ്ടോപ്പ്, ബൈ ദ വേ അതവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ CPU ഒക്കെ കാണാൻ പറ്റും. മീൻസ് പ്രോസസ്സർ ഇൻ്റലിൻ്റെ Core i5 വേരിയൻ്റ് ആണ്, 12th ജനറേഷൻ പ്രോസസ്സറാണ്. മെമ്മറി റാം 16GB ആണ്. ടോട്ടൽ റാം 16GB, 512GB SSDയും വരുന്ന വേരിയൻ്റാണ്. ഡിസ്ക് സ്പേസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, 512GB. പിന്നെ അതുപോലെ GPU ഓൾറെഡി പറഞ്ഞു, ഇൻ്റലിൻ്റെ ഐറിസ് XE ഗ്രാഫിക്സ് ആണ് വരുന്നത്. സോ ഓവറോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാപ്ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ഫുൾ റിവ്യൂവിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.